ഞാൻ ആധികാരികമായി പറയുന്നു, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ശ്രീ KB ഗണേഷ് കുമാറിന്റെ ഓഫീസാണെന്ന് ഞാൻ ആധികാരികമായി പറയുന്നു. പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിയോടൊപ്പം ഈ ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരിയായ പ്രദീപ് എല്ലാ ദിവസവും അവർ പരോൾ പ്രകാരം പോയി ഒപ്പിടേണ്ട ദിവസങ്ങളിൽ എല്ലാ ദിവസവും കൂടെ. നമസ്കാരം. ഭാസ്കര വില്ലയിലെ ഭാസ്കര കാരണവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ മരണത്തിൽ പ്രതിയാണ് എന്ന് കണ്ടെത്തിയ ഭാസ്കര കാരണവരുടെ ഇളയ മകന്റെ ഭാര്യ ഷെറിൻ ഇപ്പോൾ കണ്ണൂർ ജയിലിൽ കഴിയുന്നു. 3 ജീവപര്യന്തം ശിക്ഷയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോർട്ട് ഷെറിന് ശിക്ഷ വിധിച്ചത്. ഷെറിനും ഷെറിൻ്റെ 4 ആൺ സുഹൃത്തുക്കളും ചേർന്നാണ് ഭാസ്കര കാരണവരെ ശ്വാസം മുട്ടിച്ച് മൃഗീയമായി കൊലപ്പെടുത്തിയത്. പോലീസ് കൃത്യമായി തന്നെ ഇതിൻ്റെ തെളിവുകൾ സഹിതം എല്ലാ കാര്യങ്ങളും, അതായത് ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് വള്ളി പുള്ളി വിടാതെ തെളിവ് സഹിതം പ്രോസിക്യൂഷന് സമർപ്പിക്കാൻ സാധിച്ചിരുന്നു. കൃത്യമായി തന്നെ ഷെറിൻ കുറ്റസമ്മതം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ കൃത്യമായ കാലയളവിൽ തന്നെ വിചാരണ നടന്നു. ഷെറിൻ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. 2009 നവംബർ 8-ാം തീയതിയാണ് ഭാസ്കര കാരണവർ തൻ്റെ ഭാസ്കര വില്ല എന്ന് പറയുന്ന ബംഗ്ലാവിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. 2010 തന്നെ ഷെറിൻ്റെ വിചാരണ പൂർത്തിയാക്കി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുകയായിരുന്നു. ഷെറിനെ സഹായിച്ച 3 ആൺ സുഹൃത്തുക്കൾക്ക് ഇരട്ട ജീവപര്യന്തവും ഷെറിന് 3 ജീവപര്യന്തവുമാണ് കോടതി ശിക്ഷിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്നാണ് കോടതി ഇതിനെ നിരീക്ഷിച്ചത്. എന്നാൽ ഈ കേസിൽ ഇപ്പോൾ 14 വർഷം ശിക്ഷ പിന്നിട്ടിരിക്കുന്ന ഷെറിന് സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട്, സാധാരണഗതിയിൽ ജീവപര്യന്തം ശിക്ഷ ജയിലിൽ അനുഭവിക്കുന്നവർ 10 വർഷത്തിലധികം ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൽ അവർ നല്ല നടപ്പ് എന്നാണ് ജയിലിൽ അധികൃതരും ജയിൽ ഉപദേശക സമിതിയുമെല്ലാം രേഖപ്പെടുത്തുന്നതെങ്കിൽ അങ്ങനെയുള്ള കുറ്റവാളിയെ, തടവ് പുള്ളിയെ പുറത്തേക്ക് വിടാൻ സർക്കാരിന് സാധിക്കും. സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അങ്ങനെ സാധിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിന് പല മാനദണ്ഡങ്ങളുണ്ട്. അതായത് ഇങ്ങനെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട, ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈ കുറ്റവാളി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാവരുത്. പെട്ടെന്നുണ്ടായ ഒരു ഉൾപ്രേരണ കൊണ്ട് തൻ്റെ ജീവന് അപകടമുണ്ടാകും അല്ലെങ്കിൽ തന്നെ മറ്റൊരാൾ വകവരുത്തും എന്ന് കണ്ടപ്പോൾ പെട്ടെന്നുണ്ടായ ഉൾപ്രേരണ കൊണ്ട് നടന്ന ഒരു കൊലപാതകമോ കുറ്റകൃത്യമാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികൾക്ക്, തടവ് പുള്ളികൾക്ക് സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പുറത്തു പോകുവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുക. എന്നാൽ തികഞ്ഞ കുറ്റവാളിയുടെ ക്രിമിനൽ മനോഭാവത്തോടു കൂടി തൻ്റെ ദുർനടത്തിപ്പുകളെ ചോദ്യം ചെയ്ത, തൻ്റെ വഴിവിട്ട രഹസ്യ ബന്ധങ്ങളെ ഒരേ സമയം പല കാമുകന്മാരോടൊത്ത് ലൈംഗിക കേളികളാടുന്ന, മദ്യവും മധുരോത്സവവുമായി നടന്ന ഷെറിൻ എന്ന തൻ്റെ മരുമകളുടെ ദുർചെയ്തികൾ കണ്ടെത്തിയ ഷെറിൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ഭാസ്കര കാരണവരെ തൻ്റെ കാമുകന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഷെറിൻ അതീവ മൃഗീയമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഷെറിനും ഈ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഷെറിനെ ഇപ്പോൾ ജയിലിൽ നിന്ന് സംരക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് ഷെറിനെ ജയിൽ മോചിതയാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ തെക്കൻ ജില്ലയിലെ ഒരു മന്ത്രിയാണ്. അത് ഗണേഷ് കുമാർ തന്നെയാണ് എന്നാണ് കഴിഞ്ഞ തവണ പത്തനാപുരത്ത് ഗണേഷ് കുമാറിനോട് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് തോറ്റ ജ്യോതികുമാർ ചാമക്കാല എന്ന കോൺഗ്രസിൻ്റെ നേതാവ് തുറന്നടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിൽ വന്നിരുന്നു കൊണ്ട് അദ്ദേഹം ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ ചർച്ചയിൽ സംബന്ധിക്കുന്ന അവസരത്തിലാണ് ഷെറിനെ, അതായത് മൃഗീയമായ തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെ കൂട്ടുകാരോടൊപ്പം കൊലപ്പെടുത്തിയ ഷെറിനെ സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് 3 ജീവപര്യന്തം ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് ജയിൽ മോചിതയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ചെയ്തികളെ, വഴിവിട്ട നടപടികളെ വിശദീകരിച്ചുകൊണ്ട് ജ്യോതികുമാർ ചാമക്കാല ഒരു പ്രമുഖ ചാനലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ കേസെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാവായ ജ്യോതികുമാർ ചാമക്കാല ഗണേഷ് കുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത്. മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ സന്തത സഹചാരിയായ പ്രദീപ് കോട്ടപ്പടി എന്ന് പറഞ്ഞയാളാണ് ഷെറിൻ പരോളിൽ പുറത്തിറങ്ങുമ്പോഴെല്ലാം അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒപ്പിടുവിക്കുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതുമെല്ലാം ഇയാൾ തന്നെയായിരുന്നു. ഇത് ഗണേഷ് കുമാറിൻ്റെ ഒത്താശയോട് കൂടി തന്നെയായിരുന്നു. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാറിൻ്റെ ഓമനകളിൽ ഒരാളായിരുന്നു ഷെറിൻ എന്നാണ് ജ്യോതികുമാർ ചാമക്കാല പറയാതെ പറഞ്ഞു വരുന്നത്. ഗണേഷ് കുമാറും ഷെറിനും തമ്മിൽ വഴിവിട്ട പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ ജ്യോതികുമാർ ചാമക്കാലയുടെ വാക്കുകളുടെ അന്തസാരവും അത് തന്നെയായിരുന്നു. എൻ്റെ വാക്കുകളിൽ ഏതെങ്കിലും തരത്തിൽ അടിസ്ഥാനപരമായ വസ്തുതകളില്ല എന്നുണ്ടെങ്കിൽ
ഞാൻ പറയുന്ന വസ്തുതകൾ ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കെതിരെ അപകീർത്തി കേസെടുക്കാം. മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ഞാൻ അപകീർത്തികരമായ വാർത്ത കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ എനിക്കെതിരെ നിങ്ങൾക്ക് കേസെടുക്കാം എന്ന് തന്നെയാണ് ജ്യോതികുമാർ ചാമക്കാല ആ മാധ്യമത്തിൽ ഇരുന്നു കൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. ഭാസ്കരവില്ലയിലെ കാരണവരുടെ ഇളയ മകന്റെ ഭാര്യയായിട്ടാണ് ഷെറിൻ ഭാസ്കരവില്ലയിലേക്ക് എത്തുന്നത്. എന്നാൽ ശാരീരികമായ ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിടുന്ന ഭാസ്കര കാരണവരുടെ ഇളയ മകന്റെ ഭാര്യയായി കഴിയുമ്പോൾ ഷെറിൻ തൻ്റെ ലൈംഗിക അഭിനിവേശങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരേ സമയം പല കാമുകന്മാരെ വിളിച്ചു വരുത്തി വീട്ടിൽ മദ്യവും മധുരോത്സവമായി കഴിയുകയായിരുന്നു. ഇത്തരം കാര്യങ്ങൾ, അതായത് ഷെറിൻ്റെ മരുമകളായ ഷെറിൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ ഭാസ്കര കാരണവർ കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുകയുണ്ടായി. ഒരവസരത്തിൽ ഭാസ്കര കാരണവരെ ഷെറിനും കാമുകന്മാരും ഈ വിഷയത്തിൽ ആക്രമിക്കുക പോലും ഉണ്ടായി. പിന്നീട് ഭാസ്കര കാരണവർ തൻ്റെ വിൽപത്രത്തിൽ, അതായത് തൻ്റെ ഇളയ മകനും ഷെറിനും ഷെറിൻ്റെ മകൾക്കും വേണ്ടി എഴുതി വച്ചിരുന്ന അളവറ്റ സ്വത്തുക്കളിൽ നിന്നും ഷെറിൻ്റെ പേര് നീക്കം ചെയ്യുകയായിരുന്നു. ഇതിലുള്ള വിരോധം കൊണ്ട് തന്നെയാണ് ഷെറിൻ കാമുകന്മാർ ഒരുമിച്ച് ഭാസ്കര കാരണവരെ വകവരുത്തിയത് എന്നാണ് പോലീസ് കൃത്യമായി തന്നെ തെളിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെ സ്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ തൻ്റെ വഴിവിട്ട ദുർനടപടികളെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ കൊന്ന ക്രിമിനൽ മനസ്സുള്ള ഒരാൾക്ക് എങ്ങനെയാണ് സർക്കാരിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ജീവപര്യന്തം ശിക്ഷ ഇളവ് ചെയ്ത് പുറത്തു വരാനാവുക? അല്ലെങ്കിൽ ഷെറിന് അത്തരത്തിൽ യാതൊരു യോഗ്യതയുമില്ല. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വഴിവിട്ട ഇടപെടലുകൾ കൊണ്ടാണ്, ഷെറിനും ഗണേഷ് കുമാറും തമ്മിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ തന്നെയാണ് ഗണേഷ് കുമാറിനെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഇത് താൻ എവിടെയും പറയാം, ഏത് കോടതിയുടെ മുമ്പിലും പറയാം എന്ന് തന്നെയാണ് ജ്യോതികുമാർ ചാമക്കാല മാധ്യമത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞത്. ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയ ഷെറിൻ ഒരു കാരണവശാലും ജീവപര്യന്തം ഇളവ് കൊടുക്കാൻ പാടില്ല. അത്തരത്തിൽ ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ വൃദ്ധരായ രോഗികളായ നിരവധി ആളുകൾ അത്തരം കാലയളവിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുണ്ട്. നല്ല നടപ്പുള്ള ധാരാളം കുറ്റവാളികളുണ്ട്. അവരെ പുറത്തേക്ക് വിടാൻ വേണ്ടി നടപടിക്രമങ്ങളാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ ക്രിമിനൽ സ്വഭാവമുള്ള വഴിവിട്ട ബന്ധങ്ങളുള്ള ആളുകളെയല്ല, കുറ്റവാളികളെയല്ല പുറത്തേക്ക് ഇറക്കേണ്ടത്. ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന് തന്നെയാണ് ജ്യോതികുമാർ ചാമക്കാല പിണറായി വിജയൻ സർക്കാരിനെതിരെയും കെ ബി ഗണേഷ് കുമാറിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത്. കെ ബി ഗണേഷ് കുമാറിനെതിരെ ഷെറിനുമായി ബന്ധപ്പെടുത്തി ജ്യോതികുമാർ ചാമക്കാല ഉന്നയിച്ച ആരോപണങ്ങളുടെയും അവരെ ഒരു കാരണവശാലും ജീവപര്യന്തം ശിക്ഷ ഇളവ് ചെയ്ത് ജയിലിന് പുറത്തിറക്കാൻ പാടില്ല എന്നും അവർക്കതിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജ്യോതികുമാർ ചാമക്കാല മാധ്യമത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഷെറിൻ എന്ന് പറയുന്ന കൊലയാളിയെ 14 വർഷം കഴിഞ്ഞതിന്റെ പേരിൽ വിടുതൽ ചെയ്യുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചാണ് ഞാൻ ആധികാരികമായി പറയുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസാണെന്ന് ഞാൻ ആധികാരികമായി പറയുന്നു. പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിയോടൊപ്പം ഈ ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരിയായ പ്രദീപ് എല്ലാ ദിവസവും അവർ പരോൾ പ്രകാരം പോയി ഒപ്പിടേണ്ട ദിവസങ്ങൾ എല്ലാ ദിവസവും കൂടെ പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പറയട്ടെ, എന്താ അധികാരത്തിന്റെ പുറത്ത് എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? എന്തിനാണ് പോയിട്ടുള്ളത്? എല്ലാ ദിവസവും പോകുന്നു, മറ്റാരുമായി സംസാരിക്കാതെ നേരെ കൊണ്ടുപോയി ഒപ്പിടിക്കുന്നു. വരട്ടെ, വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടുന്നേ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, സർക്കാരിന് കേസെടുക്കാം, എനിക്കെതിരെ കേസെടുക്കാം.